അങ്ങനെ സായി, നമ്മളുടെ സബ്ജക്റ്റ് ഇന്ന് സായി അണ്ണനാണ്. സായി അണ്ണൻ ഡ്രഗ്സ്. സായി എന്തിനാ അതിനകത്ത് പോയി? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയം പോലെ എൻ്റെയും ഒരു സംശയമാണ്. വൈ സായി ഈസ് ഇൻ ബിഗ് ബോസ്? ആക്ച്വലി സായിക്ക് ചില മാനസിക പ്രശ്നമുണ്ടായിരുന്നു. നോ, ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. യെസ്, ആ ഫാമിലി ഇഷ്യൂസ് ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സായി അതിനകത്ത് പോയിട്ടുള്ളത്. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. യെസ്. എന്താണ് കളി? പ്രത്യേകിച്ചൊന്നുമില്ല. ജാസു മോൾക്ക് വേണ്ടി സപ്പോർട്ടായിട്ടാണ്. ജാസു നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് കളിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ജാസുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സായി പാപ്പ അവിടെ പോയിട്ടുള്ളത്. പോകുന്നതിന് മുമ്പ് KD ജാഫറിനെ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം 40 മിനിറ്റ് സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ അവിടെ പോയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിന് തോന്നിയില്ല അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. കാരണം ഫുൾ ആൻഡ് ഫുള്ളി അപ്സലിട്ടിട്ട് പോയിട്ടുണ്ട്, കരയുന്നുണ്ട്, ഇനി നിനക്ക് നിന്റെ വഴി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജാസുമോൾ കേട്ടു. അന്നത്തെ ജാസുവിൻ്റെ ഒരു പേടിയുണ്ടല്ലേ, ചുമ സൈ കപ്രിയോട് പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? അങ്ങനെ കുറേ പ്ലേയൊക്കെ അവിടെ നടന്നു. എല്ലാം തീർന്നു. ശുഭസ്യ പതിയെ സൈ എല്ലാം കഴിഞ്ഞു. നീ എന്താണ് വാഴയെ കളിക്കാത്തത്? എനിക്ക് നടുവേദനയാണെന്ന്. എങ്ങനെയുണ്ട്? ഒരു നടുവേദന പോലും അവനേക്ക് സാധകമാക്കി മാറ്റിയെടുക്കാൻ അവനെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് മനസ്സിലായില്ലേ? വാഴ ഇനി കാറിനകത്ത് കയറിയിരുന്നുകൊണ്ട് പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരും. ഒറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് അവനെ ഉപയോഗിക്കാം. എന്താണെന്നറിയാമോ? പൊതുസമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, അതായത് ന്യൂസിൽ നിന്ന് അപ്പോഴേ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾ കൊണ്ടുവന്നിട്ട് തരും. പുള്ളിയുടേതായ ഒരു ഐഡിയയും കൂടെ കൊണ്ടുവന്ന് വിതറിത്തരും. അത്രയേ ഉള്ളൂ. അത് പുള്ളിയെ കൊണ്ട് സാധിക്കും. ബാക്കി കളവാണ്, കള്ളനാണ്, കള്ളത്തരത്തിൻ്റെ ഉസ്താദാണ്. ഇപ്പം തന്നെ നമ്മുടെ മുതുകാടിൻ്റെ സ്ഥാപനത്തിനെതിരെ പുള്ളിക്കാരൻ നടത്തിയ ഗൂഢാലോചന നമ്മളെല്ലാവരുടെ അടുത്തും വന്ന് പറഞ്ഞതാണ്. എല്ലാ എവിഡൻസ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഒരക്ഷരം മിണ്ടീനോ അയാൾ കണ്ണാക്കി പിരിവെട്ടി. അയാൾക്ക് ഒരു പിണ്ണാക്കും അറിയത്തില്ല. അയാൾക്ക് അതിനെപ്പറ്റി ഒരു സാധനമില്ല. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോലും പുള്ളി തയ്യാറായിട്ടില്ല. പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറച്ച് ക്യാഷ് അവൻ്റെ അടിച്ചു മാറ്റാമെന്നുള്ള തെറ്റിദ്ധാരണയിൽ കിക്ക് എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് പുള്ളിക്കാരൻ നടത്തിയ ഒരു ബിഗ് ഫ്രോഡോലൻ്റാണ് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പം തന്നെ മനസ്സിലായില്ലേ അവൻ കള്ളനാണെന്ന്. വീണ്ടും അവനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരടുത്ത് ഒന്നും പറയാനില്ല. ഇനി നമ്മൾക്ക് നേരെ നീണ്ട കൈകൾ, എന്നെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിർത്താതെ പറയാനുള്ള കാര്യങ്ങൾ സായി ചെയ്തു വെച്ച് പോയിട്ടുണ്ട്. അതിൽ എൻ്റെ മകനെ പറയുന്നുണ്ട്, എന്നെ പറയുന്നുണ്ട്, ഞാനും എൻ്റെ മകനും തമ്മിലുള്ള ബന്ധം പറയണത് പബ്ലിക് വേസ്റ്റ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, കർമ്മ കൃത്യമായി അവന് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഹീ ഈസ് എ നാഷണൽ വേസ്റ്റ്. അവൻ ഈ രാജ്യത്തിൻ്റെ അല്ല ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു വേസ്റ്റ് മെറ്റീരിയലാണെന്ന് ബിഗ് ബോസിൽ അവൻ്റെ പെർഫോമൻസ് കൊണ്ടുവന്ന് തെളിയിച്ചിട്ടുണ്ട്. അമ്മാതിരി ഒരുത്തനെ ഒന്നും പണയാനില്ല, അവിടെ നിന്നോട്ടെ, അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ. സിജോ, സായി, ജാസ്മിൻ, നോറ, പുറത്ത് പോയ റസ്മിനെ നമ്മൾ പറയണ്ടല്ലോ, റസ്മിൻ എന്നാലും ഇരിക്കട്ടെ. ഇവരെല്ലാവരുടെ പുറത്ത് വെച്ച് തന്നെ പ്ലാൻ ചെയ്ത് പ്ലാനഡായിട്ട് അതിനകത്ത് കുത്തിക്കയറിയതാണ്. അവർക്കൊക്കെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സാധനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെല്ലാവരും ജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ജാസുവിനെയാണ്. അപ്പോൾ ജാസുവിനെ ജയിപ്പിക്കുന്നതിന് ആരെങ്കിലും അവിടെ തടയായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവരെ പിടിച്ചു വെച്ച് മാറ്റിപ്പിടുത്തുക എന്നുള്ള ഒരു ഉദ്യമത്തിലാണ് നമ്മുടെ സായി അവിടെ പോയിട്ടുള്ളത്. നന്ദന ആദ്യം പോയപ്പോൾ പറഞ്ഞു ഞാൻ അവളെ പുറത്താക്കും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞാണ് അകത്തേക്ക് കുത്തിക്കയറി പോയത്. അത് നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ ചെന്ന് കുറച്ച് കുതൂഹലങ്ങളും കുച്ചുകുച്ചുകൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ സായി അണ്ണന് മനസ്സിലായി ഇവളെ വിട്ടുവെച്ചാൽ അവൾക്ക് പണി കൊടുക്കും. അപ്പോൾ ഇവളെ രഹസ്യമായി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്ക് ഞാൻ ആങ്കറിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതാക്കി തരാം. ഒരു സിനിമ ഞാൻ എടുക്കുന്നത് 18 കോടി രൂപയ്ക്കാണ്, അതിൽ 1 കോടി രൂപ നിനക്ക് തന്ന് നിന്നെ ആ സിനിമയിൽ ഹീറോയിനാക്കാം എന്നൊക്കെ പറഞ്ഞാണ് ആ പങ്കജിനെ തലതിരിവാക്കി അതിനെ കൂടെ നിർത്തിയിരിക്കുന്നത്. സോ ഓൾ ഇൻ ടോട്ടൽ കുറേ അധികം പേര് ചോദിക്കുന്ന സായി എവിടെ എന്തിനാ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ തന്നത്. അവനൊരു വാഴയ്ക്കുമല്ല അതിനകത്ത് പോയി നിൽക്കുന്നത്. ഇപ്പോൾ കാറിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഒരു വിഷയത്തിനെ എടുത്തു വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ വായി തോന്നിയതൊക്കെയല്ലേ പറയുന്നത്, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ ടൈം വേണം, വേറെ ഒന്നിനും പോകാനൊക്കത്തില്ല. പിന്നെ ഇതിൻ്റെ റവന്യൂ നോക്കിക്കൊണ്ടിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ പെർ ഡേ വലിയൊരു എമൗണ്ട്, മിനിമം 50 എബോവ് എമൗണ്ട് അവനവിടെ ഓഫറിംഗ് ഉണ്ട്. ആ പൈസ കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മാത്രം അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം എന്നതിനപ്പുറം സായിക്ക് പ്രത്യേകിച്ച് മര്യാദകളൊന്നും ആരും കൊടുക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പൊതുസമൂഹത്തിന് അവൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഞാനെന്ന വാഴയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ ബൂസ്റ്റപ്പ് ചെയ്യൂ. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ വാഴകൾക്കാണ് ക്വാളിറ്റി. സത്യം പറഞ്ഞാൽ വാഴ ആത്മഹത്യ ചെയ്യണം. കാരണം വാഴ പിന്നെയും നമുക്കൊരു കൊല തരും. ഇത് അങ്ങനെ പോലും ഇല്ലാത്തൊരു ജന്മം. അതിൻ്റെ പാട്ടിനെ വിട്ടേക്കുക. അവനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ദയവ് ഇതിൻ്റെ അടുത്ത് വരാതിരിക്കുക. എനിക്ക് അവനെപ്പറ്റി പറയാൻ ഒരു വാഴയ്ക്കയും ഇല്ല. അമ്മാതിരി ഒരു സാധനം. കള്ളന് കഞ്ഞി വെച്ച
വെറും വൃത്തികെട്ട ചിന്താഗതിയുള്ള ആരെയും നന്നാകാൻ സമ്മതിക്കാതെ അവൻ്റെ ഗ്രൂപ്പും അവൻ്റെ ട്രൂപ്പും മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ഒരു വൃത്തികെട്ട ജന്മം. പുറത്തേക്ക് വരുമ്പോൾ അവന് വേണ്ടിയിട്ട് ജിനു ബോബിയുടെ വഴികെ ഒരു ഇൻഡാസും അതേപോലെ തന്നെ മുതുകാടിൻ്റെ വക ഒരു ഇൻഡാസും റെഡിയാണ്. വന്ന് പുഴുങ്ങി തിന്നട്ടെ. എൻ്റെ പേര് പറയാനും ധൈര്യം കാണിക്കാത്തടുത്ത് അത് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വസ്തുത. അതായത് കേസ് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ കൊടുക്കേണ്ടവർ കൊടുത്തിട്ടുണ്ട്. അതിന് മറുപടി അവൻ അവിടെ പറയട്ടെ. ആരെയും എന്ത് വൃത്തികേടും പറഞ്ഞ് തൻ്റെ ചാനൽ വളർത്തുക എന്ന ഒരു വൃത്തികേട് അവനുണ്ട്. പിന്നെ കൂടെ നിൽക്കുന്ന സുഡാപ്പി ടീം അംഗങ്ങളായതുകൊണ്ട് മന്ദബുദ്ധികളാണല്ലോ. എന്ത് വിശ്വസിക്കുന്ന സുഡാപ്പികൾക്ക് അവൻ നല്ല പുള്ളയാണ്. ബൂസ്റ്റപ്പ് ചെയ്യട്ടെ, പൊക്കിക്കൊണ്ടുവരട്ടെ. പൊതുസമൂഹത്തിന് ഏറ്റവും നല്ല ആവശ്യകരമായ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് നിങ്ങൾ അവനെ ബൂസ്റ്റ് ചെയ്ത് പുകഴ്ത്തിപ്പാടുക. അവ അവിടെ ഒരു വാടകയ്ക്ക് നിൽക്കുന്നില്ല, സ്ഥലം തികയ്ക്കണ്ടേ, കോറം തികയ്ക്കാൻ നിൽക്കുന്നതാണ്. വാഴയെ എടുത്ത് പുറത്ത് കളയാതിരുന്ന വാഴയ്ക്ക് കപ്പും കൊടുത്ത് നമ്മൾ അപമാനിക്കും എന്നുള്ളൊരു സംശയമേ വേണ്ട. രണ്ടാമത്തെ റണ്ണറപ്പ് അവനാണ്. താങ്ക് യു.